ഇതുപോലെയുള്ള സൈക്കോകളെയും പാതിരിമാരെയും സൂക്ഷിക്കുക. ഇതുപോലെയുള്ള സൈക്കോകളെയും പാതിരിമാരെയും സൂക്ഷിക്കുക എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇന്നലെ കൊല്ലത്തൊരു അറസ്റ്റ് ഉണ്ടായി. സന്തോഷ് സുകുമാരൻ എന്ന പേരുകാരനായ ഒരു സൈക്കോളജിസ്റ്റിനെ പോലീസ് ഇന്നലെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. തൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് എത്തിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ വർഷങ്ങളോളം ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന മാതാപിതാക്കളുടെ പരാതിയിന്മേലാണ് വർക്കല പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7ാം ക്ലാസ് മുതൽ ചെറിയ മാനസികാസ്വാസ്ഥ്യം കാണിച്ച പെൺകുട്ടിയെ വർക്കലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ സൈക്കോളജിസ്റ്റായ ഈ 69-കാരനായ സന്തോഷ് സുകുമാരൻ്റെ അടുത്ത് പലതവണ കൊണ്ടുപോയി. ആ കൊണ്ടുപോകുമ്പോഴെല്ലാം അവിടെ മാതാവിനെ പുറത്തിരുത്തി ഇദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ നടത്തും. അങ്ങനെ വർഷങ്ങളോളം ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഈ സമയത്തെല്ലാം കുട്ടിയെ ഇദ്ദേഹം ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ കുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയെന്നൊക്കെ പരാതിയിൽ പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് വർഷങ്ങളോളം ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ 7ാം ക്ലാസ് മുതൽ ഇദ്ദേഹം ദുരുപയോഗം ചെയ്തു. കടുത്ത മാനസിക ബുദ്ധിമുട്ട് കാണിച്ച് ഈ പെൺകുട്ടിയെ മറ്റൊരു സൈക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഈ പെൺകുട്ടി ഇപ്രകാരം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാകുകയും അങ്ങനെ അവർ വർക്കല പോലീസിൽ പരാതി കൊടുക്കുകയും പരാതി ലഭിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇദ്ദേഹം മുങ്ങി. ഇന്നലെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ഹോം സ്റ്റേയിൽ നിന്നാണ് അദ്ദേഹത്തെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ട ശേഷം ഉടനെ നമുക്ക് മടങ്ങി വരാം. കണ്ടല്ലോ, 69-കാരനായ ഈ വൃദ്ധനാണ് ഇപ്രകാരം ഒരു പണി ചെയ്തത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമാനമായ പലതരത്തിലുള്ള വിഷയങ്ങൾ, നിരവധി ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഈ കൗൺസിലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് ഈ ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ആരാധനാ കേന്ദ്രങ്ങൾ, പുരോഹിതന്മാർ, പാസ്റ്റർമാർ, ആത്മീയ മേഖലയിലുള്ളവർ, ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി ഇതുപോലെ നിരന്തരം ചൂഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലൊരു 99% പുറത്തു വരുന്നില്ല. കാരണം ഒന്നുകിൽ ഇവരുടെ ശാപം പേടിച്ച്, അല്ലെങ്കിൽ ഇവരൊക്കെ സമൂഹത്തിൽ വളരെ ഉന്നത നിലയിലുള്ളവരാണ്. ഒന്നാമതേ തങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇനി ഇത് പറഞ്ഞ് നാട്ടുകാരറിഞ്ഞ് നാറണ്ട, അതല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കുക, അതല്ലെങ്കിൽ ഇവരുടെ ഈ മത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട എന്നൊക്കെ പല കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇതൊന്നും പരാതിയായി പോകുന്നത്. പലപ്പോഴും അവരുടെ ജീവിതാവസാനം വരെ ഈ മെന്റൽ ട്രോമയിൽ ഈ വിക്ടിംസ് ജീവിക്കും, അവരുടെ മാതാപിതാക്കളും. ഈ സന്തോഷ് സുകുമാരൻ്റെ ഈ അറസ്റ്റിനോട് ചേർത്ത് നിർത്തി ഒരു 2-3 കാര്യങ്ങളോട് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കേസുകളിലെല്ലാം പ്രധാന ഉത്തരവാദി അല്ലെങ്കിൽ കൾപ്രിറ്റ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഇവരുടെ മാതാപിതാക്കളെയാണ്. ഈ മാതാപിതാക്കളുടെ ഗുരുതരമായ അനാസ്ഥയും അശ്രദ്ധയുമാണ് പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുവാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമാനമായ ഒരു 3 വിഷയങ്ങൾ കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. പത്തനംതിട്ട കൂടലിൽ 2-3 വർഷത്തിന് മുമ്പ് കൂടൽ ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പോൺസൺ ജോൺ എന്ന 34-കാരനായ ഇടവക വികാരിയെ ഒരു 17-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ പോക്സോ കേസ് ചാർത്തി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരുന്നു. ഇയാളിപ്പോൾ പുറത്തുണ്ട്. അയാൾ പൂർവാധികം ശക്തമായി ഇത്തരം കൂതാശകളും പരിപാടികളും ഒക്കെയായി നടക്കുന്നു. സഭ ഇയാളെ ഒന്നും ചെയ്തിട്ടില്ല. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു വീട്ടമ്മ തൻ്റെ മകൾക്ക് പരീക്ഷാ സമയത്ത് അവൾക്ക് ശ്രദ്ധയില്ല, അവൾ കാര്യമായി പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ പാതിരിയെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. വീട്ടിലെത്തിയ പാതിരി ഈ 17 വയസ്സുകാരിയ പെൺകുട്ടിയുമായി വാതിലടക്കുകയും
ഇവളുമായി ദീർഘനേരം സംസാരിക്കുകയും ഈ സംസാരിക്കുന്നതിനിടയിൽ ആദ്യ ദിവസം ആ പെൺകുട്ടിയെ ചുംബിക്കുകയും ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുവാനൊക്കെ ശ്രമിച്ചു. ആ പെൺകുട്ടി അന്ന് കാര്യമായി റെസിസ്റ്റ് ചെയ്തില്ല. അവൾ ആകെ ഒരു അങ്കലാപ്പിലായിരുന്നു ആ സമയത്ത്. രണ്ടാമത്തെ ദിവസവും രാത്രി 10 മണിക്ക് ഈ പാതിരി വീട്ടിലെത്തി ഇതേ പണി തുടർന്നു. ആ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടി കുതറി ഓടി. പക്ഷേ അവളത് അമ്മയോടൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം തൻ്റെ സുഹൃത്തുക്കളോടും അധ്യാപകരോടും ഒക്കെ പറഞ്ഞ് ഈ സുഹൃത്തുക്കൾ ഇടപെട്ടാണ് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇതൊരു പരാതിയായി വരുന്നത്. ആ പെൺകുട്ടി പോലീസിന് രഹസ്യമൊഴി കൊടുത്തു. അപ്രകാരം ഈ പാതിരിയെ അറസ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈ അമ്മ ഓർക്കുക, അവൻ ആരായിക്കോട്ടെ സ്വന്തം വീട്ടിലേക്ക് ഒരു വൈദികനെ ക്ഷണിക്കുകയും അവൻ മുറിയിൽ മണിക്കൂറുകളോളം അടച്ചിട്ട് തൻ്റെ പെൺകുഞ്ഞുമായി സംസാരിക്കുകയും അത് കൗൺസിലിംഗ് എന്ന് അവർ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസവും ഇത് ആവർത്തിക്കുന്നു. അന്നേരം ഇത്തരത്തിലുള്ള ഈ മാതാപിതാക്കളെയാണ് നമുക്ക് ആദ്യമേ ചികിത്സിക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്ന ഫിലിപ്പ് മമ്പാടൻ, മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെയായ ഫിലിപ്പ് മമ്പാടൻ്റെ ആ വാചാലതയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇയാളിപ്പോൾ പോക്സോ കേസിൽ അറസ്റ്റിലായി ജയിലിലാണ്. എന്തിനാണ് ഇയാൾ അറസ്റ്റിലായത്? 16-കാരിയായ ഒരു പെൺകുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കേസിലാണ് പോക്സോ കേസിൽ ഇദ്ദേഹം അറസ്റ്റിലായത്. ഓർക്കുക, ഈ കേസിലും മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് മാതാവിൻ്റെ അനാസ്ഥ നോക്കുക. ഈ ഫിലിപ്പ് മമ്പാടൻ്റെ വീട്ടിൽ മാനസികാസ്വാസ്ഥ്യം കാണിച്ച പെൺകുഞ്ഞിനെ ദിവസങ്ങളോളം അവിടെ താമസിപ്പിച്ചു. അവസാനം ഈ പെൺകുഞ്ഞുമായി കാഞ്ഞങ്ങാട്ടുള്ള ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നു. വളരെയേറെ മാനസിക ബുദ്ധിമുട്ട് തോന്നിയ ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നത്. അങ്ങനെ നിലമ്പൂർ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഫിലിപ്പ് മമ്പാടൻ എത്ര സൗമ്യനും എത്ര സുമുഖനും എത്ര സരളവുമായി സംസാരിക്കുന്ന ഒരാൾ. അതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഡോക്ടർ ഗിരീഷ് എന്ന ആരോഗ്യവകുപ്പിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുകയും അതുപോലെ കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള നിരവധി ചാനലുകളിൽ ഈ മനഃശാസ്ത്രപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രശസ്ത ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്ന കെ ഗിരീഷിനെ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ വെച്ച് 13-കാരനായ ഒരു ബാലനെ വർഷങ്ങളോളം ഇദ്ദേഹം ലൈംഗികപരമായി ചൂഷണം ചെയ്തു എന്ന പരാതിയിന്മേലാണ് ഇദ്ദേഹത്തെ പോക്സോ കേസ് ചാർത്തി അകത്താക്കിയത്. ഓർക്കുക, ഏതാണ്ട് 59 വയസ്സുകാരനായ ഡോക്ടർ കെ ഗിരീഷ് തൻ്റെ ക്ലിനിക്കിലെത്തുന്ന ഈ ബാലനെ മൊബൈലിൽ ഫോൺ വീഡിയോസ് കാണിച്ച ആ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു വർഷങ്ങളോളം. അവസാനം ഈ ആൺകുട്ടിയുടെ മാനസിക നില കൂടുതൽ വഷളാകുകയും മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെട്ടത്. തുടർന്നാണത് പരാതിയാകുകയും അറസ്റ്റാകുകയും ഇയാൾ ജയിലിലാകുകയും ചെയ്തത്. ഇപ്പോൾ ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരുപക്ഷെ എവിടെയെങ്കിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഈ 4 പേരുടെ വിവരങ്ങൾ ITV ന്യൂസിലൂടെ പങ്കുവയ്ക്കുവാൻ കാരണം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുവാൻ കാരണം നമ്മൾ മാതാപിതാക്കൾ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസിക നില തെറ്റുവാൻ കാരണം, അവർക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടാകുവാൻ കാരണം നമ്മൾ തന്നെയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകൾ അത് കുഞ്ഞുങ്ങളെ വളരെയേറെ മാനസികമായി ബാധിക്കും. മാതാപിതാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഈഗോ ക്ലാഷ് ദിവസങ്ങളോളം മാസങ്ങളോളം മിണ്ടാതെ നടക്കുന്നു. അന്നേരം ഇതിനകത്ത് പെട്ടുപോകുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ആ മാനസിക നില ആകെ താളം തെറ്റും. അവർക്ക് സ്കൂളിൽ ചെന്നാലും ടെൻഷൻ, സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ആകെ മാനസികമായി അവർ ബുദ്ധിമുട്ടുന്നതാവും. ചിലപ്പോൾ അവരുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും വലിയ വെല്ലുവിളി ഒരുപക്ഷെ നേരിട്ടേക്കാം. ഇത്തരമൊക്കെ സാഹചര്യങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം. പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു അമ്മ, അതല്ലെങ്കിൽ ഒരു പിതാവ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഫാമിലിയുമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി സമയം സ്പെൻഡ് ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് ഇപ്രകാരമുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ചെയ്ത് ഈ കുട്ടികൾ അമിത ദേഷ്യം കാണിക്കുകയും സ്കൂളുകളിൽ പോയി പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, പല പരാതികൾ ഉയരുമ്പോൾ ശല്യം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഒന്നെങ്കിൽ അമ്മമാർ ഈ കുഞ്ഞുങ്ങളുമായി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ വരും. 8 കാലി ചിലന്തി വല കെട്ടി ഇരപിടിക്കാനിരിക്കുന്നത് പോലെ ഓരോരുത്തന്മാർ ഇത്തരം ക്ലിനിക്കുകളുമായും കൗൺസിലിംഗ് സെൻ്ററും എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇരിപ്പുണ്ട്. ഇത്തരം കാപാലികന്മാരുടെ അടുത്തേക്കായിരിക്കും ഈ മാതാവ് തൻ്റെ കുഞ്ഞുമായി പോകുന്നത്. ഇത്തരം അവസരങ്ങളിൽ എത്തുമ്പോൾ
ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ കുട്ടികളുടെ മാനസിക നിലയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിലെ ഈ ക്രിമിനലുകൾ അവരെ ചൂഷണം ചെയ്യുവാനുള്ള സാധ്യത വളരെ വലുതാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും ചെയ്താൽ ഇവർക്കൊന്നും ഒരു 99% കേസുകളിലും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാതെ ശാപവാക്കുകൾ ചൊരിഞ്ഞ് അവർക്ക് യാതൊരു കെയറും കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇത്തരം കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ വളരെ വിശ്വാസ്യതയുള്ള, വർഷങ്ങളോളം ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള വിശ്വാസ്യതയുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ പോകാവൂ. ഈ പാതിരിമാരും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തീവട്ടി ചെറിയ ക്ലിനിക്കുകളിലേക്കൊന്നും നിങ്ങൾ ദയവായി പോകരുത്. പോകുന്നത് വിശ്വാസ്യതയുള്ള വിശ്വസ്തരായ ആളുകളുടെ അടുത്ത് മാത്രമേ പോകാവുള്ളൂ. നിങ്ങളുടെ മനസ്സ് തുറക്കുന്നത് അത്തരക്കാരോട് മാത്രമേ ആവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും കട്ടപ്പുകയാകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും ഇവർ തുലയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ഒരല്പം ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഞാൻ ഈ പറഞ്ഞ 4 കേസുകളിലും പ്രതിസ്ഥാനത്ത് നമുക്ക് നിർത്താവുന്നത് ഈ മാതാപിതാക്കളെയാണ്. ഒരുപക്ഷെ അവരുടെ അജ്ഞതയാവാം, അതല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യമായ ഒരു കാഴ്ചപ്പാടോ ബോധമോ ഇല്ലാത്തത് കൊണ്ടാവാം ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് വളരെ വിരളമാണ്. 99% ഇത്തരം പീഡനങ്ങളും ചൂഷണങ്ങളും ഒന്നും പുറത്തു വരത്തില്ല, പല കാരണങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിലൂടെയും അതല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള വളരെ ഇടപെടലുകൾ നടത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളൊക്കെ ആണല്ലോ എന്ന് കരുതി ഇവരുടെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സെഷനുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവരെ ആ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. ഇവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുക എന്നല്ല, ഒരു ശ്രദ്ധയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 90% ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഇപ്രകാരം ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.